മലയാളികളായ പ്രവാസികളുടെ സ്വപ്നങ്ങൾക്ക് എക്കാലത്തും മരുഭൂമിയോളം വ്യാപ്തിയുണ്ടായിരുന്നു. എന്നാൽ 1990 കാലത്തെ ഓഗസ്റ്റ് മാസം 2-ാം തീയതി അവരിൽ പലരുടെയും സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞു. 1990 ഓഗസ്റ്റ് 2-ന് ലക്ഷക്കണക്കിനോളം വരുന്ന ഇറാഖി സൈന്യം കുവൈറ്റിലേക്ക് ഇരച്ചു കയറിയതോടെയായിരുന്നു അറബിപ്പൊന്ന് തേടിപ്പോയവരുടെ പ്രതീക്ഷകൾക്ക് മുകളിലേക്ക് ആശങ്കകൾ പെയ്തിറങ്ങി. ഇറാഖി സൈന്യത്തിന്റെ അധിനിവേശത്തെ തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുവൈറ്റ് ഇറാഖിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാവുകയായിരുന്നു. 8 വർഷം നീണ്ടുനിന്ന ഇറാഖ് ഇറാൻ യുദ്ധത്തിന് ശേഷം സാമ്പത്തികമായി തകർന്ന തരിപ്പണമായ അവസ്ഥയിലായിരുന്നു ഇറാഖ്. അയൽരാജ്യമായ കുവൈറ്റ് തങ്ങളുടെ അതിർത്തിയിൽ നിന്നും അനധികൃതമായി എണ്ണ ഖനനം ചെയ്യുന്നുവെന്നും എണ്ണവില കുറച്ച് ഇറാഖിനെ തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്നും സദാം ഹുസൈൻ ആരോപിച്ചു. അതുകൂടാതെ ചരിത്രപരമായി കുവൈറ്റ് ഇറാഖിന്റെ 19ാം പ്രവിശ്യയാണ് എന്ന വാദമുയർത്തിയാണ് സദാം കുവൈറ്റിനെ ആക്രമിച്ചത്. അതോടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിത്രകക്ഷി സൈന്യം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന നാമത്തിൽ ശക്തമായ ഒരു സൈനിക നീക്കത്തിന് കരുക്കൾ നീക്കി. 1991 ഫെബ്രുവരിയിൽ കുവൈറ്റ് സ്വതന്ത്രമാക്കപ്പെട്ടു. എന്നാൽ ഇറാഖിന്റെ ഭാവി തകർന്നടിയുകയാണ് ഉണ്ടായത്. 1991 യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ ഇറാഖിനെതിരെ കർശന സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു: സദാം ഹുസൈനെ രാസജൈവ ആണവായുധ വികസനത്തിൽ നിന്നും തടയുക. എന്നാൽ സദാമിന്റെ ഭരണകൂടം പരിശോധനകളിൽ സഹകരിച്ചില്ല. അതോടെ സംശയങ്ങൾ ശക്തമായി. ഇറാഖിൽ ഇപ്പോഴും വിനാശ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? സദാമിന്റെ കൈവശം വൻതോതിലുള്ള വിനാശ ആയുധങ്ങൾ ഉണ്ടാകാമെന്നും അവ ഭീകര സംഘടനകളുടെ കൈകളിലേക്ക് എത്തിയാൽ ലോകം വലിയ അപകടത്തിലാകുമെന്നും അമേരിക്ക വാദിച്ചു. 2003 മാർച്ച് 20-ന് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യസേന ഇറാഖിനെ ആക്രമിച്ചു. അവർക്കൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: സദാമിന്റെ ഭരണകൂടത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തകർക്കുക എന്നത് മാത്രം. 2003 ഏപ്രിൽ 9 ആയപ്പോഴേക്കും ബാഗ്ദാദ് വീണു. ഫിർദൌസ് സ്ക്വയറിൽ സദാം ഹുസൈന്റെ ഭീമൻ പ്രതിമ അമേരിക്കൻ സൈനികരുടെ സഹായത്തോടെ താഴെയിറക്കി. ഈ ദൃശ്യം ലോകം മുഴുവനും തത്സമയം കണ്ടു. വാസ്തവത്തിൽ അതൊരു ഭരണകൂടത്തിന്റെ അവസാനത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ യുദ്ധം അവസാനിച്ചിരുന്നില്ല. സദാം ഹുസൈൻ അപ്രത്യക്ഷനായിരുന്നു. മാസങ്ങളോളം സദാമിനായി തിരച്ചിൽ തുടർന്നു. ഒടുവിൽ 2003 ഡിസംബർ 13-ന് തിക്രിതിനടുത്തുള്ള അദ് ദൗർ ഗ്രാമത്തിലെ ഒരു ഫാം ഹൗസിലെ മണ്ണിനടിയിൽ വെറും 6 അടി ആഴമുള്ള ഒരു ചെറിയ രഹസ്യ കുഴിയിലേക്ക് സൈനികർ മൂടി തുറന്നപ്പോൾ അതിനകത്ത് ഒളിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ട വ്യക്തിയായ സദാം ഹുസൈനായി. ഒരു കാലത്ത് അറബ് ലോകത്തെ പ്രതാപശാലിയായ ഭരണാധികാരിയായിരുന്ന സദാം ഹുസൈൻ 2006 ഡിസംബർ 30-ന് തൂക്കിലേറ്റപ്പെടുകയും ഇറാഖിന്റെ എല്ലാത്തരം ശക്തി പ്രകടനങ്ങളും അവസാനിക്കുകയും ചെയ്തു. ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ കുവൈറ്റിലെ ജനസംഖ്യയിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന മലയാളി പ്രവാസികളായിരുന്നു. ഒറ്റ രാത്രി കൊണ്ടാണ് അവരുടെ ബാങ്ക് സമ്പാദ്യങ്ങൾ വിലയില്ലാത്ത വെറും കടലാസ് കഷ്ണങ്ങളായി മാറിയത്. അവിടം കൊണ്ട് പ്രതിസന്ധി തീർന്നില്ല. ലക്ഷക്കണക്കിന് മലയാളികൾ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളും ജീവനും മാത്രം പിടിച്ച് ജോർദാൻ മരുഭൂമിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നടന്നു. അന്ന് മരുഭൂമിയിൽ കുടുങ്ങിയ പ്രവാസികളെ രക്ഷിക്കുവാൻ ഭാരതം നടത്തിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ ഒഴിപ്പിക്കൽ ദൗത്യമായിരുന്നു. എയർ ഇന്ത്യ മുന്നിൽ നിന്ന് നയിച്ച ഈ ദൗത്യത്തിലൂടെ അമ്മാനിൽ നിന്നും 59 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 1,70,000-ലധികം ഇന്ത്യക്കാരെയാണ് സ്വന്തം നാട്ടിലെത്തിച്ചത്. ഗിന്നസ് ബുക്കിൽ പോലും ഇടം പിടിച്ച സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു. അതിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ വീണ്ടും പൂജ്യത്തിൽ നിന്നും ജീവിതം കെട്ടിപ്പടുക്കാൻ നിർബന്ധിതരായി. എങ്കിലും ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ കുവൈറ്റും അതിനൊപ്പം മലയാളികളും വീണ്ടും പറന്നുയർന്നു. സദാമിന്റെ അന്ത്യവും യുദ്ധത്തിന്റെ കെടുതികളും ചരിത്രത്തിന്റെ താളുകളിൽ മറയുമ്പോഴും ഗൾഫ് യുദ്ധം നൽകിയ മുറിവുകളും അതിജീവനത്തിന്റെ കഥകളും മലയാളി മനസ്സുകളിൽ ഇന്നും മായാതെ കിടക്കുകയാണ്.